ഇ-പോസ്റ്റിലെ സാങ്കേതിക തകരാർ കാരണം സംസ്ഥാനത്ത് ഇന്ന് ആരംഭിക്കാനിരുന്ന റേഷൻ കാർഡ് മസ്റ്ററിംഗ് മുടങ്ങി. ആയിരങ്ങളാണ് റേഷൻ കടകളിലെത്തി നിരാശരായി മടങ്ങിയത്. മുന്നൊരുക്കമില്ലാതെയാണ് മസ്റ്ററിംഗ് തുടങ്ങിയതെന്നാരോപിച്ച് കാർഡ് ഉടമകൾ പ്രതിഷേധിച്ചു. റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നും തകരാർ പരിഹരിച്ച് മസ്റ്ററിംഗ് നടത്തുമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകളും അംഗങ്ങളുമാണ് മസ്റ്ററിംഗ് നടത്താനായി റേഷൻ കടകളിലെത്തിയത്. റേഷൻ വിതരണം നിർത്തിവെച്ച് 3 ദിവസത്തേക്ക് മസ്റ്ററിംഗ് മാത്രം നടത്താനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. രാവിലെ 7 മണി മുതൽ തന്നെ റേഷൻ കടകളിലേക്ക് ആളുകൾ എത്തിയെങ്കിലും മസ്റ്ററിംഗ് നടന്നില്ല. പ്രായമായവരും രോഗികളും കുട്ടികളും കടകളിലെത്തി മടങ്ങി. ഞാൻ 7 മണിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 7 മണിക്കാണ് മറ്റേ കടൽപ്പണിയാണ് ഞങ്ങൾ 6 ദിവസം കഴിഞ്ഞിട്ട് വരുത്ത്. അതിന് വേണ്ടിയിട്ട് വന്നാണ് ഇവിടെ ലീവാക്കിയിട്ട്. 2 കാലിനും ഇത് ഇട്ട് കഴിഞ്ഞിട്ട് വന്ന് കുത്തിരിക്കാൻ ഞാൻ എൻ്റെ കഷ്ടപ്പാട് പഠിച്ചവനല്ലാതെ അറിയില്ല. ഇങ്ങനെ ഒന്നും ദ്രോഹം ആരും ചെയ്യരുത്. ഇല്ലെങ്കിൽ ഇല്ലാന്ന് ചോദിച്ചാൽ കുത്തിരിക്കും. പട്ടിണി എടുത്തുകൊണ്ട് നമ്മൾ 4 മണിയിൽ ഇങ്ങനെ ദ്രോഹം ചെയ്യരുത്. പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പം അതൊരു ഔദാര്യമായി കൊടുക്കുന്ന രീതിയിലാവരുതല്ലോ. ഇ-പോസ്റ്റിലെ തകരാറല്ലെന്നും സാങ്കേതിക പ്രശ്നമാണെന്നും മന്ത്രി. മഞ്ഞ കാർഡുകൾക്ക് മസ്റ്ററിംഗ് നടത്താനുള്ള ശ്രമം നടത്താമെന്നും വിശദീകരണം. ഇന്ന് നമുക്ക് ആ മഞ്ഞ നിറ കാർഡുകാർ വന്നവർ തിരിച്ചു പോകാതെ മസ്റ്ററിംഗിലേക്ക് പങ്കെടുക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെയും പ്രതിഷേധമുയർന്നു. ഇപ്പൊ 10:30 പറയാണ് പിങ്ക് കാർഡിനില്ല മഞ്ഞ കാർഡിന്. ഇതൊരു മര്യാദയുള്ള വർത്താനല്ല. ഇതൊക്കെ ഭയങ്കര കഷ്ടമാണ് ചെയ്യുന്നത്. പാവങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ മനക്കെട്ട് പോണേനി. ഇതിപ്പോ ഒരിക്കൽ എല്ലാവരും വണ്ടി പിടിച്ച് കാല് വയ്യാത്തവര് കണ്ണു വയ്യാത്തവര് വരുമ്പോഴത്തേക്ക് അവര് ഇപ്പൊ ഇല്ല പിന്നെ വരാൻ പറയും. ഈ മാസം 31 വരെയാണ് മസ്റ്ററിംഗിനായി കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.